മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് ഇതാ നമ്മൾ വന്നു കഴിഞ്ഞു. 2024 ഇതാ യാത്ര പറയാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഇന്നിതാ ദൈവമായ കർത്താവ് ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും വ്യക്തമായി കാണുന്നുണ്ട്. അച്ഛൻ പ്രത്യേകമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സാധിക്കുന്നിടത്തോളം നമ്മൾ ഓരോരുത്തരും നന്മ ചെയ്യുന്നതാണ്. കഴിയുന്നിടത്തോളം നമ്മളെല്ലാവരും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തീക്ഷ്ണതയോടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹങ്ങളും നന്ദിയും അംഗീകാരവും അതിന്റെ ഓർമ്മകളും പരാതികളും നമുക്ക് മറക്കാം. 2025 നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മോട് പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവജനത്തിലെ അംഗങ്ങളുമാണ്. മക്കളെ, ഈ 2024 നമ്മൾ വിട്ടുകൊടുത്ത സഹനങ്ങൾ, നമ്മൾ ഏറ്റെടുത്ത പരിത്യാഗങ്ങൾക്ക് ദൈവം തരുന്ന സമ്മാനമാണ് വിശുദ്ധരുടെ സഹപൗരത്വം. വിശുദ്ധരുടെ നോട്ടം, അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി, അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ മറ്റുള്ളവർക്ക് വിശുദ്ധി വിതരണം ചെയ്യുന്നവരാണ്. വിശുദ്ധി വിതരണം ചെയ്യുന്നവരാണ് വിശുദ്ധന്മാർ. ദൈവഭവനത്തിലെ അംഗങ്ങളോ അവർ കാര്യസ്ഥന്മാരാണ്. കാര്യസ്ഥന്മാർക്ക് എന്താണ് ആവശ്യം? വിശ്വസ്തതയാണ് ആവശ്യം. ഓർക്കുന്നില്ലേ? വിശ്വസ്തനെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. മക്കളെ, വിശുദ്ധിയും വിശ്വസ്തതയുമാണ് നവവത്സരത്തിൽ ദൈവം നമുക്ക് തരുന്ന സ്നേഹ സമ്മാനം. അതിന് നമ്മുടെ ചില സുഖങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില സന്ദർശനങ്ങൾ, ചില വിനോദങ്ങൾ, ചില താല്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ഈശോയെ സ്നേഹിച്ചും ഈശോയെ അനുസരിച്ചും ഈശോയെ മഹത്വപ്പെടുത്തിയും ജീവിച്ച വിശുദ്ധന്മാരെ പോലെ നമ്മളെയും വിശുദ്ധാത്മാക്കൾ ക്ഷണിക്കുകയാണ്. വിശുദ്ധർ അവരുടെ പീഡകളിലും അവരുടെ വേദനകളിലും അവരുടെ രോഗങ്ങളിലും പരിഹാസങ്ങളിലും പട്ടിണിയിലും ഞെരുക്കത്തിലും സഹനത്തിലും സ്വർഗീയ മനോഭാവത്തോടെ ജീവിച്ചവരാണ് വിശുദ്ധന്മാർ. നമുക്കും വിശുദ്ധിയിലേക്ക് വളരാം. നമുക്കും വിശ്വസ്തരായി തീരാം. സ്വർഗത്തിന്റെ പൗരന്മാരായി തീരാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാപരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നവവത്സരത്തിൽ ഈ ആദ്യ നിമിഷത്തെ തന്നെ ഷെയർ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും, അവിടെ പ്രവർത്തനങ്ങളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.